വന്നില്ലല്ലോ. അവളിപ്പ വരും. അടുത്ത് വരട്ടെ, ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടണം. ഈ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നതോടെ അവള് പ്രതിസന്ധിയിലാവും. പിന്നെ അറ്റാക്ക് ഈസി ആവും. നോക്ക് നോക്ക്. വരുന്നുണ്ട് വരുന്നുണ്ട്. വെയിറ്റ്. മതിയടി, ഇനി ചവിട്ടി അവള് ചത്തുപോകും. 5 സുന്ദരികള്. 5ന്റെയും പഞ്ചുകേട് നമ്മുടെ പഞ്ച് കൊണ്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇതാണടി പ്രതികാരം. വാ. വൃന്ദേ, കിരൺ പോയിട്ട് കുറെ നേരമായല്ലോ. ഞാനും അത് തന്നെ ആലോചിച്ച് കിടക്കുക. അവളെ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇത്ര നേരം അവൾ എന്തെടുക്കുക? 11ാം നമ്പർ റൂമിലെ കുട്ടിക്ക് പനിയാണെന്നും പറഞ്ഞിട്ടല്ലേ അവള് പോയത്? അതെ, മെഡിസിൻ കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടാണല്ലോ അവളങ്ങോട്ട് പോയത്. അതിന് ഇത്രയും സമയം വേണോ? അല്ല, ആ കുട്ടിക്ക് പനി സീരിയസ് ആയോ? കിരൺ അവളെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. നമ്മളോട് പറയാതെ അവളെ പോവോ? ഇവിടെ എന്താ പ്രശ്നം? ഇവർക്കാർക്കും ഉറക്കമില്ലേ? നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? കിരണേ റൂം നമ്പർ 11ലേക്ക് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നില്ലേ? അല്ല, കിരൺ എപ്പോ പോയി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഉറങ്ങിക്കഴിഞ്ഞാൽ സ്ഥലകാല ബോധം ഇല്ലാതാകുന്ന നീ എങ്ങനെ അറിയാനാ? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിലേ ഉറക്കത്തിൽ ഞാൻ എങ്ങനെ അറിയാനാ? എന്നും വിളിക്കണായിരുന്നു. നിന്നെ എന്തിനാ വിളിക്കുന്നേ? റൂം നമ്പർ 11ലെ കുട്ടിക്ക് ഗുളിക കൊണ്ട് കൊടുക്കാനോ? അതല്ല, ഇതിപ്പോ ഇത്രയും വൈകിയ സ്ഥിതിക്ക് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. നീ പോണ്ട, അത് ശരിയാവില്ല. അല്ല, കിരൺ എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? അവക്ക് എന്ത് സംഭവിക്കാനാ? ഒരു കുട്ടിക്ക് മെഡിസിൻ കൊടുക്കാൻ പോയതല്ലേ. നീ ഇപ്പൊ പുറത്തേക്ക് പോയാ അത് പ്രശ്നമാവും. കിരണിനെ ഞങ്ങൾ അന്വേഷിച്ചു പോവാം. വടി. പാതിരാത്രി റൂമിൽ ആളില്ലാന്ന് കരുതി എന്റെ സ്നാക്സ് കെട്ട് തിന്നേക്കരുത്. അതെ, തന്റെ സ്നാക്സ് കെട്ടെടുക്കുന്ന പേടിയുണ്ടെങ്കിലേ താൻ അത് തലേ ചുമന്നോണ്ട് പോകും. കളിയാക്കലുണ്ടല്ലോ. മേഘേ, ഇങ്ങോട്ട് വന്നേ.